കിട്ടുന്നത് സാധ്യമുണ്ടോ? അതാ ഒരു കോളേജിൽ പഠിക്കുന്ന പെണ്ണുമക്കള് സ്വന്തം ഔറത്തും മറക്കണുമില്ല, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുമ്പോ ഈ സമുദായത്തെ പല മാധ്യമങ്ങൾ പോലും കേട്ടില്ല. മുസ്ലിമേ, 100 ചില്ലാര പെണ്ണുമക്കൾ പഠിക്കുന്ന കോളേജിൽ എന്ത് ആളുകൾ മാത്രം തലമറക്കണു, എന്ത് ആളുകൾ മാത്രം തലമറക്കണു. ചുണ്ട ഹട്ട മോനെ, അത് ഹട്ട അല്ല, അത് ഹട്ട അല്ല, അത് ഒരു കോളേജിൽ എതിർക്കുള്ള വാശിയല്ല, അത് ഒരു വിദ്യാഭ്യാസത്തെ നടത്തുന്ന സംഘ സംസ്ഥാന ആളുമാറുക അഥവാ വിദ്യാഭ്യാസ സംസ്ഥക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരേ ഒരു നേതാക്കന്മാർക്കും താക്കീതായിട്ടോ അങ്ങനെ സോപ്പാട്ടണുക വേണ്ടിയോ അങ്ങനെ എതിരൊന്ന് എന്തിട്ട് കാട്ടണുക വേണ്ടിയോ ഉള്ള ഹട്ട അല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ചൊല്ലിയ സ്പഷ്ടമായ സന്ദേശത്തെ പിൻപറ്റണുകൊണ്ട് ഒരേ ഒരു ആഗ്രഹമാണ്. ഫമൻ തബിയ ഹുദായ, സന്മാർഗത്തെ തെരു കാട്ടിത്തരണു നിങ്ങളെ വിട്ട പ്രവാചകന്മാർ പറമ്പത്തുകോ ആ തെരുടെ ആറ് നിങ്ങളിൽ നിന്ന് പിൻപറ്റണുക തയ്യാറുള്ളാറാ. അവളുടെ ആഖിറത്തെ പേടി വേണ്ട, അവളുടെ അല്ലാഹുവിന്റെ നരകത്തെ പേടി വേണ്ട. 100 ആളല്ല മോനെ, ഒലിമ്പോ 150 വർഷത്തെ അഴിമത്ത് നടത്തിയിട്ട് പോലും 12 ആളെ അല്ലാണ്ട് 13ാമത്തെ ഒരാളുടെ സന്മാർഗത്തെ തെരുക്കു ഗുണപരുണു നബിക്ക് സാധ്യമില്ലാണ്ട് കണ്ടെങ്കില് പിന്നെ അല്ലേ 100 ആള്, പിന്നല്ലേ 1000 ആള്, പിന്നല്ലേ 1,00,000 ആള്, പിന്നല്ലേ 1 കോടി ആള്. ഒലിമ്പോ 150 വർഷത്തെ അഴിമത്ത് നടത്തിയ നബിക്ക് പോലും 13ാമത്തെ ആള് സന്മാർഗത്തെ തെരുക്കു കിട്ടില്ലാണ്ട് കണ്ടിട്ടില്ലെങ്കില് ആ തിരുടെ കാട്ടിത്തരണുകോ, ആ സന്മാർഗത്തെ തിരുടെ കാട്ടിത്തരണുകോ. പ്രവാചക പാരമ്പര്യത്തെ അവസാനത്തെ കന്യായിട്ട് അല്ലാഹു നിയോഗിച്ചത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. മോന, ഇസ്ലാം നടന്നു വന്ന് തെരുവെന്തിര കൊണ്ടുണ്ട പരിശുദ്ധ ഇസ്ലാം ഒരു മതത്തെയും സോപ്പാട്ടുള്ളതല്ല. പാങ്കട എതിരെ ഏതെങ്കിലും ഒരാള് ഭജനബീക്കിടെങ്കിൽ അങ്ങനെ ദേവസ്ഥാനത്തെ മുന്നിൽ പോയിട്ട് പാങ്ക് പിടിക്കോറോ ചൊല്ലുന്ന പരിപാടി മതം ഇസ്ലാമല്ല. ഒരാളും അങ്ങനെ ദൈവഭക്തിയോടുകൂടി അങ്ങനെ ദൈവത്തൊട്ടുകളുടെ പിരിശ കൊണ്ട് വിശ്വാസം കൊണ്ട് ഗൗരവം കൊണ്ട് എന്തെങ്കിലും ആരാധനാക്കണമെങ്കിൽ അതൊക്കെ തടസ്സയാവിടകനിക്ക് അടിയാവിടകനിക്ക് ഒരു വിഭാഗം മുസ്ലിമീങ്ങളല്ല. എന്റെ കാരണ കൊണ്ടുണ്ട ശത്രുക്കളെ പോലും പിരിസാകൊടുക പരിപാടി ഒരു നബിയെ സമൂഹമാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ജാഹിലിയായ കാലഘട്ടത്തിൽ ഇസ്ലാം പണ്ടേക്ക് മുന്നല്ലോ ആ പ്രവാചകന്മാരെ പാരമ്പര്യത്തില് ആ പ്രവാചകന്മാരെ മരണത്തിനന്തര വഫാത്തിനന്തര സന്മാർഗത്തെ തെരുപുട്ടിട്ട് വേണ്ടാത്ത തെരുട് ജീവിക്കൊണു തുടങ്ങുമ്പോ അങ്ങനെ നന്തര കുറെ സമയ കയ്യിൽ പിന്നെയും അല്ലാഹു നബിര കടത്തറ, പിന്നെയും അങ്ങ് പഴച്ചു പോകുമ്പോ പിന്നെയും നബിര കടത്തറ, പിന്നെയും അങ്ങ് വേണ്ടാത്ത തെരുളാകുമ്പോ പിന്നെയും അല്ലാഹു പിന്നെയും ഒരു നബിര കടത്തറ. അവസാനം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടിട്ടു ആ പ്രവാചക പാരമ്പര്യത്തെ അല്ലാഹു അവസാനിപ്പിക്കുമ്പോ മക്കത്തിൽ ജനിച്ചാൽ അമീനായിട്ട് അറിയപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 13 വർഷം നബിയായിട്ട് മക്കത്തിൽ ഇല്ലെങ്കിൽ പോലും എത്രമാ തൊന്തരകൾ അനുഭവിക്കേണ്ടി വന്നില്ലേ, എത്രമാ ബേജാറും എത്രമാ നൊമ്പലവും എത്രമാ ബുദ്ധിമുട്ടുകള്. സ്വന്തം കുടുംബത്തിലുള്ള പല ആളുമാരും പലതരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പോലും കഅബാലയത്തെ തണലുക ചാഞ്ഞിട്ട് ദൈക്കുമ്പോ ഹബീബായ തങ്ങളെ സ്വഹാബത്ത് വന്നു ചൊല്ലോടെ യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങൾക്ക് വേണ്ടി വന്നു ദുവറക്കോറു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ശത്രുക്കളൊന്നും ശാപമേക്കോറു നബിയേ. ഞങ്ങളെ ഇടങ്ങീറാകിലെ ശത്രുക്കളുള്ളാറല്ലേ, ഇസ്ലാമിന്റെ ശത്രുക്കളുള്ളാറല്ലേ നബിയേ. അങ്ങനെ വന്നു നാശത്തുക വേണ്ടി ദുവറക്കോറു നബിയേ. കാരുണ്യത്തെ കടലായ ഹബീബായ തങ്ങൾ എന്തിനു ചൊല്ലുടെ കൊണ്ടുണ്ട് വേണ്ട സ്വഹാബ. അങ്ങനെ സമുദായത്തിൽ പിൻകാലത്തിൽ ഏതെങ്കിലും ഒരാള് സന്മാർഗത്തെ തെരുക്കുപണ്ടെങ്കിൽ അങ്ങനെ പാരമ്പര്യത്തിലുള്ള ഏതെങ്കിലും ഒരാള് സന്മാർഗത്തെ തെരുക്കുമീത് പിന്നെ കടന്ന് ഭണ്ഡാറുണ്ട് കണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഖൈറല്ല സ്വഹാബ.
സ്വന്തം റായത്തിൽ ജീവിക്കുന്നത് പോലും കൂടാതെ സമുദായത്തെ സ്വന്തം റായത്തിൽ പോലും ജീവിക്കുന്നുകൊള്ളേ അവസരത്തെ നിഷേധിച്ച കനികത്തെ ശത്രുക്കളെ പറമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നേതാവിടെ ആഗ്രഹത്തെ അല്ലാഹു പൂർത്തിയാക്കി കൊടുത്തുള്ളേ. അങ്ങനെ പാരമ്പര്യത്തിൽ ഏതെങ്കിലും ഒരാളെ സന്മാർഗത്തിൽ തിരക്കുപെണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ആഗ്രഹ അല്ലാഹുവിന്റെ റസൂൽ ആശയ അല്ലാഹു പൂർത്തിയാക്കി കൊടുത്തുള്ളേ. സയ്യിദു ശുഹദാ ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായിട്ട് സ്വന്തം ശരീരത്തെ എല്ലാ ഭാഗത്തെ തരച്ചിട്ട് കുഹിയ ഭാഗത്തെ പോലും ചവച്ചിട്ട് തുപ്പിട്ട് എരിഞ്ഞിട്ടാമത്തുകോ ആ ശുഹദാക്കളുടെ നേതാവായ ഹംസ റളിയല്ലാഹു അൻഹുടെ മയ്യിത്തിനെ കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ പുൽപുട്ടുള്ളേ. ജീവ പോലെ സ്നേഹിച്ച് സ്വന്തം പാപ്പട എലവുണായ കുഞ്ഞബയായ ഹംസ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ എല്ലാ സന്ദർഭത്തിലും തണലായിട്ട് നിന്റെ ഹംസ റളിയല്ലാഹു അൻഹു ഉഹുദ് രണാങ്കണത്തിൽ വഞ്ചനയാൽ വിഷം പുരട്ടിയ ഉലി എരിഞ്ഞിട്ട് അതിൽ കൂടി അഡ പോന്നിട്ട് ചോരങ്ങനെ പാറമ്പൊത്തുകോ ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായതിൽ പിന്നെ പോലും ഹംസ തങ്ങളെ മയ്യിത്തിനെ മുട്ട പറഞ്ഞുക പോലും ശത്രുക്കൾ ധൈര്യമില്ല. ഈമാന്റെ പവറാണത്. പരിശുദ്ധ ദീനക്ക് വേണ്ടി പോരാടുമ്പോ ഹംസ റളിയല്ലാഹു അൻഹുടെ ധീരതനെ കണ്ടിട്ട് ആ ശത്രുക്കളുണ്ടല്ലേ മയ്യിത്തിനെ മുട്ട പോലും പറഞ്ഞു പേടിച്ചില്ലേ. ഹംസ റളിയല്ലാഹു അൻഹുടെ ചരിത്രം കൊണ്ടുള്ള ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യന് ഹംസ റളിയല്ലാഹു അൻഹുടെ ആ ഷഹീദായ സംഭവത്തെ പഠിച്ച കണ്ടിട്ട് ഏതൊരു ഈമാനുള്ള കൽബുൽ ഈമാന്റെ പ്രകാശമുള്ള മുസ്ലിമോ ഹജ്ജുകോ ഉംറത്തുകോ പോയ സന്ദർഭത്തിൽ ആ ബദർ നടന്ന ജാഗല് ഉഹുദ് നടന്ന ജാഗല് അവിടെ ഉള്ള ഷഹീദന്മാരെ ഷഹീദായ ഖബറുടെ വന്ന് സന്ദർശിക്കുമ്പോഴോ ഹംസ റളിയല്ലാഹു അൻഹുടെ ഖബർ കാണുമ്പോഴോ അറിയാണ്ട് കണ്ണ് നനഞ്ഞില്ല മുസ്ലിമേ. ഹംസ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കുഞ്ഞബയായ ഹംസ റളിയല്ലാഹു അൻഹു ഒരു കണക്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മൂത്തവനായ ഹംസ റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങൾക്ക് രണ്ട് നിലക്കുള്ള കുടുംബ ബന്ധം ഹംസ തങ്ങളൊട്ടിಗೆ കൊണ്ടു. സ്വന്തം ബാപ്പടയല ഉണൂച്ചുള്ള കുടുംബ ബന്ധം ഒന്നാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂലുക മുല കൊടുത്തിര ഏത് പെണ്ണാണോ അതേ ഉമ്മയുടെ പാല് കുടിച്ച മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലുക മുല കൂടി ബന്ധത്തിലുള്ള രണ്ടാമത്തെ ഒരു സഹോദരത്വാശുള്ള ബന്ധവും കൂടിയുള്ളൂ. ഇസ്ലാം ധർമ്മത്തെ സ്വീകരിച്ചതിന് പിന്നെ ഹംസ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലുക തണലാണ്. ആ ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായി കിടക്കുമ്പോഴോ ആ മരണത്തിന് കാരണമായ വഹ്ശിയുള്ള ആളുണ്ടല്ലേ പിൻകാലത്ത് അല്ലാഹുവിന്റെ റസൂൽ ഹദറത്ത് വന്നിട്ട് യാ റസൂലല്ലാഹ് നബിയേ നക്ക് മാഫുണ്ട നബിയേ നക്ക് അല്ലാഹുവിന്റെ റസൂൽ പൊറുത്തു തണ്ടാറ നബിയേ നന്റെ അല്ലാഹുവിന്റെ റസൂൽ സ്വീകരിക്കുന്നു തയ്യാറുള്ളാറ നബിയേ. ആരെയാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വീകരിക്കാതെ? ഇസ്ലാം ഭീകരവാദ ചൊല്ല ആളുമാറുണ്ടല്ലേ, മുസ്ലിമീങ്ങളെ ഉഗ്രഗാമികളെ ചൊല്ല ആളുണ്ടല്ലേ, ഇസ്ലാമിന്റെ ആശയത്തെ പഠിപ്പാട്ടെ മദ്രസത്തില് ഭയോത്പാദന പഠിപ്പാട്ടാറ് ചൊല്ല ആളുമാറുണ്ടല്ലേ. അല്ലാഹുവിന്റെ റസൂല് ജീവന പഠിക്കണോ, അല്ലാഹുവിന്റെ റസൂല് സന്ദേശത്തെ പഠിക്കണോ, അല്ലാഹുവിന്റെ റസൂല് ആദർശത്തെ പഠിക്കണോ. അല്ലാഹുവിന്റെ റസൂല് ഏതൊരു ആദർശത്തിലാണോ ജീവിച്ചത് അതേ ആദർശത്തെ പിൻപറ്റകനിക്ക് സ്വഹാബത്തിന്റെ ജീവന പഠിക്കണോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായി കിടന്നേ ഹംസ റളിയല്ലാഹു അൻഹുടെ മരണത്തിന് കാരണമായ വഹ്ശിയൊട്ടിಗೆ ചൊല്ലുടോ ഇസ്ലാം നിങ്ങൾക്ക് മാഫ് തണ്ട്. അല്ലാഹുവിന്റെ റസൂൽ എത്രത്തോളം ആഘാതമായ സംഭവം കൊണ്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ എത്രത്തോളം തളർന്നു പോയ വിഷയം കൊണ്ടുണ്ട്. സ്വന്തം കുഞ്ഞബ ഷഹീദായി കിടന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ മരണം വരേക്കും വഫാത്ത് വരേക്കും അതിനെ മറക്കണുകാവില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ കൊന്നയാലൊട്ടിಗೆ ചൊല്ലുടോ ഹബീബായ തങ്ങളെ കൊന്ന കൻകത്തെ കുഞ്ഞബട കൊന്നയാലൊട്ടിಗೆ ചൊല്ലുടോ വഹ്ശി നിങ്ങൾക്ക് നാളെ മാഫ് തന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഇസ്ലാം മാഫ് തന്നിട്ടില്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്താവണുള്ള അവസരം നിങ്ങൾക്ക് അല്ലാഹു തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ മദീനത്തിൽ നാളെ ഹയാത്തിരിക്കുമ്പോ ജീവിക്കുക തീരാ. കാരണം നിങ്ങളുടെ
നിന്റെ മുഖത്തെ കാണുമ്പോഴത്തേക്കെല്ലാം നിന്റെ കുഞ്ഞപ്പ ഹംസരനൊക്കെ ഓർമ്മ പണ്ട്. അത്തരത്തോളം അല്ലാഹുവിന്റെ റസൂൽ ആകാതായിട്, അത്തരത്തോളം അല്ലാഹുവിന്റെ റസൂലുകൾ സഹിക്കൊടുക്കാവാത്ത മരണമാണ്. ആ ഹംസ തങ്ങളെ കൊന്ന ആളുകൾ പോലും ഇസ്ലാം മാഫ് കൊടുത്തുള്ളേ. മോനെ, പ്രതികാരം ഇസ്ലാമിന്റെ തത്വമായിട്ടില്ലെങ്കിൽ ഹംസ തങ്ങളെ കൊന്ന ആള് ചൊന്നൊരു വഹശിയൊന്നൊരു പറമ്പുത്തുകെ അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്തിൽ പേടിയില്ല ആള് മാറുണ്ട. അല്ലാഹുവിന്റെ റസൂൽ ഒന്ന് മൂലിയെങ്കിലും അയ്യാവോ പാലെടുത്തിട്ട് എത്ര തലവേണെങ്കിലും പാറുപാട്ടുള്ള നെഞ്ഞുറപ്പുള്ള സ്വഹാബത്തിക്കൊമ്പത്തുകോ. ആ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഹബീബായ തങ്ങളെ കുഞ്ഞവിടെ കൊന്നാളുക പറഞ്ഞുകൊള്ള ധൈര്യം എന്തുകൊണ്ട് കിട്ടിയേ? അത് അല്ലാഹുവിന്റെ റസൂലിട്ടുള്ള വിശ്വാസമല്ലേ, ഇസ്ലാമിന്റെ അനുയായികളുടെ വിശ്വാസമല്ലേ? എന്ത് കയ്യാറ ചൊല്ലണോ? ഏതൊരു അക്രമിയായ മനുഷ്യനെ പോലും അപകടത്തിൽ വന്ന് പൂരം പൊത്തുകോ, ഏതെങ്കിലും ഒരാളെ ആക്സിഡന്റിൽ പോകുന്ന പിടക്കം പൊത്തുകോ, ഒന്നാമത് അവിടെ ഇന്നെങ്കിൽ പരിസരത്തിൽ ഓടിപ്പോയി സഹായിക്കുന്ന മുസ്ലിമീങ്ങളല്ലേ? എന്റെ കാരണം കൊണ്ടുണ്ടാ അല്ലാഹുവിന്റെ റസൂലിന്റെ മാതൃകമാണ്. ആ ഹബീബായ റസൂലുള്ളാഹി തങ്ങള് പരിശുദ്ധമായ കഅബാലയത്തെ ഉൾഗ പോയിട്ട് ആരാധിക്കൊണ്ടു ചൊല്ലുമ്പോത്തുകോ 13 വർഷത്തിരിക്കുമ്പോത്തുകോ അല്ലാഹുവിന്റെ റസൂലൊന്ന് പരിശുദ്ധമായ കഅബാലയത്തെ ഉൾഗ പോയിട്ട് ആരാധിക്കൊണ്ടുള്ള മനസ്സ് കാട്ടുമ്പോത്തുകോ അല്ലാഹുവിന്റെ റസൂലുക കഅബത്തെ തുറന്നു കൊടുക്കില്ല. അന്റെ കഅബാലയത്തെ താക്കോല് ഇസ്ലാമിന്റെ ശത്രുക്കളെ കയ്യിലാണ്. ഉസ്മാനുള്ള ഒരു സഹോദരനുണ്ടല്ലേ, ഒരു മുസ്ലിം സഹോദരനുണ്ടല്ലേ, ഖുറൈശി പാരമ്പര്യം ഇന്നൊക്കെ ഒരാളുണ്ടല്ലേ. അല്ലാഹുവിന്റെ റസൂൽ ഒന്ന് കഅബത്തെ തുറന്നു ചൊല്ലുമ്പോത്തുകോ ഇല്ല മുഹമ്മദേ, ഒരു കാരണം കൊണ്ടും കഅബാലയത്തെ ഉൾഗ നിന്റെ വിടില്ല. ഒരു കാരണവശത്താലും കഅബാലയത്തെ ഉൾഗ നീ കാണുകീരാ. അല്ലാഹുവിന്റെ റസൂലോ അല്ലാഹുവിന്റെ ദുനിയാവിൽ ഒന്നാമത് ഉണ്ടാക്കിയ നിർമ്മിച്ച കനികജ ഭവനം ഏതുകൊണ്ടുണ്ട്? ഈ ദുനിയാവിലുണ്ട് കോടിക്കണക്കിന് പള്ളികളില്ലെങ്കിലും അല്ലാഹുവിന്റെ ഭൂമിയിലെ അല്ലാഹുവിനെ ആരാധിക്കൊണ്ട് ഉണ്ടാക്കിയ ഒന്നാമത്തെ ഭവനം കഅബാലയമല്ലേ? ഇസ്ലാമിന്റെ അടിസ്ഥാനം ഇന്നകൻകത്തെ, ഇസ്ലാമിന്റെ പ്രവാചക പാരമ്പര്യമായി ഇന്നകൻകത്തെ. ആ പ്രവാചക പാരമ്പര്യത്തിലുള്ള ഓരോ നബിമാരും തവാഫ് ചെയ്ത് കഅബയുണ്ടല്ലേ. ആ കഅബാലയത്തെ ഉൾഗ പോണുള്ള അവസരം നിഷേധിക്കപ്പെട്ട സമയത്തില് അല്ലാഹുവിന്റെ റസൂൽ താഴ്മയോടെ പിന്നെയും കേക്കിട് ഹബീബായ തങ്ങൾക്ക് കൊടുക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ കഅബാലയത്തെ ഒന്ന് തുറന്നു കൊടുക്കില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കഅബാലയത്തെ താക്കോല് സൂക്ഷിച്ച ശത്രു രട്ടികൾ ചൊല്ലുടോ മോനെ, ഈ താക്കോല് നിന്റെ കൈക്ക് പറകൊണ്ടു. പക്കത്തിലൊന്ന് പരസ്യമായി നിസ്കരിക്കുക പോലും ആവാത്ത സന്ദർഭമാണ്. അല്ലാഹുവിന്റെ റസൂൽ 13 വർഷം മക്കത്തിൽ നിന്നിട്ട് ഒരേ ഒരു ജുമുഅ പോലും മക്കത്തിൽ നടന്നിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും ഹിജ്റ പോയതിന് പിന്നെ മദീനത്തിലല്ലേ ജുമുഅ നിസ്കാരം തുടങ്ങിയേ. കാരണം ജുമുഅ പരസ്യമായി നിസ്കരിക്കുന്നതാണ്. ആ ജുമുഅ നിസ്കാരം ഒരേ ഒരു ജുമുഅത്തെ മക്കത്തിൽ നിസ്കരിക്കുന്ന അവസരം പോലും കിട്ടാത്ത സന്ദർഭത്തില് ഒഞ്ചി നടക്കട കനികത സന്ദർഭത്തില് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നു മോനെ, താക്കോല് നിന്റെ കൈക്ക് പറകൊണ്ടു. കഅബത്തെ അധികാരം നിന്റെ കൈക്ക് പറകൊണ്ടു. ഈ മക്കത്തിൽ അധികാര നാട് നടത്തുന്നുകൊണ്ടു. ഏത് ആളുമാര് കാണോ കഅബാലയത്തെ ഉൽഗത്തെ നിഷേധിക്കടേ, ഏത് ആള് കാണോ കഅബാലയത്തെ താക്കോല് തുറത്തെ, ആ കഅബാലയത്തെ നാളും നിന്റെ സമുദായം തുറക്കട കാല പറകൊണ്ടു. കഅബാലയത്തെ താക്കോല് സൂക്ഷിച്ച് സത്യം ചൊല്ലുടോ ഇല്ല മുഹമ്മദേ. അങ്ങനത്തെ ഒരു സന്ദർഭം ഇത് പണ്ടെങ്കില് ഖുറൈശികൾ എല്ലാരും നാശമായിട്ടിക്കണു. ഖുറൈശികൾ എല്ലാരും മരിക്കാതെ നിക്കത് സാധ്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിയോടെ ചൊല്ലുടോ വേണ്ട ഉസ്മാനേ, ഈ പലകത്തെ നിങ്ങൾ പിറകെടുക്കൊടു. ഖുറൈശികളിക്കൊമ്പുത്തുകെ നിങ്ങൾ കട്ടാണു കട്ടി ആളുമാരിക്കൊമ്പുത്തുകെ, നിങ്ങളിൽ എത്ര പേരെ ധീരന്മാരായ ആളുമാരിക്കൊമ്പുത്തുകെ ഈ മക്കത്തെ നിങ്ങൾ തിരിച്ചു പിടിക്കൊടുകൊണ്ടു.
അല്ലാഹുവിന്റെ സഹായമുണ്ട്, അല്ലാഹുവിന്റെ സഹായമുണ്ട്. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തന്നാസ് യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. അല്ലാഹുവിന്റെ സഹായം വന്നില്ലേ? മക്കത്തെ അവസാനം റായവിട്ട് ഓടനായി വന്ന സന്ദർഭത്തില് സ്വന്തം രാജ്യത്തൊട്ടുകൊള്ള സ്നേഹം കൊണ്ടിട്ടു. ഓണേ മുസ്ലിമീങ്ങൾക്ക് ദേശപ്രേമത്തെ പാട്ട ഒരാളും പഠിപ്പാട്ടൊന്നുമില്ല. ഒരേ ഒരു സംഘടനയുടെ ആളുമാർ, ഒരേ ഒരു സംഘസംസ്ഥ ആളുമാർ, അത് ഏത് സംഘടന ആളുമാരായെങ്കിൽ പോലും മുസ്ലിമീങ്ങൾക്ക് ദേശപ്രേമത്തെ പാട പഠിപ്പാട്ടൊന്നുമില്ല. മുസ്ലിമീങ്ങളെ ഇതിഹാസത്തെ പരിശോധിച്ച് നോക്കുമ്പോത്തുകോ മുസ്ലിമീങ്ങളെ ചോരൽ പറഞ്ഞതാണ് ദേശപ്രേമുള്ളത്. ഞങ്ങൾക്ക് പിന്നൊരാളെ സഹായം വേണ്ട, സ്വന്തം മക്കളെ പോലും അറുത്തിട്ട് കൊല്ലുമ്പോത്തുകോ ഈ ദേശത്തെ മണ്ണുടെ വിട്ടു തറാലാട്ട് ഗർജിച്ച കനികത്തെ സിംഹത്തെ പാരമ്പര്യമുള്ള ആളുമാറല്ലേ. അല്ലാഹുവിന്റെ റസൂലല്ലത് പരിപാടിയത്. അവസാനം മക്കത്തെ വിട്ടിട്ട് ഹബീബായ തങ്ങൾ മദീനത്ത് കൂടി പോണായി വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലും മക്കത്തെ പിന്നെ തിരിഞ്ഞു നോക്കുമ്പോത്തുകോ മുഖറബുൽ അംലാകായ മലക്ക് ജിബ്രീൽ അല്ലാഹുവിന്റെ റസൂലിലേക്ക് വന്നു ചൊല്ലുടു, യാ റസൂലല്ലാഹ് ഇന്നല്ലദീ ഫറദ അലൈക്കൽ ഖുർആൻ ലറാതുക ഇലാ മആദ്. ഏത് രായത്തെയാണോ നബിയെ തങ്ങളെ പുറത്താക്കിയേ? ഖുർആന്റെ ഇറക്കി അല്ലാഹുടെ തന്നെയാണ് സത്യം, ഖുർആന്റെ തന്നെ അല്ലാഹുടെ തന്നെയാണ് സത്യം, പടച്ചോന്റെ തന്നെയാണ് സത്യം. ഈ രായത്തിന് നിങ്ങളെ ബദലേ ഞങ്ങൾ ഗുണമുണ്ട നബിയേ. അല്ലാഹുടെ റസൂൽ ആത്മവിശ്വാസത്തെ കൈവിടണ്ട. അങ്ങനെ മക്കത്തെ 13 വർഷം കഴിയുമ്പോഴോ വേണ്ടാത്ത ആളുമാരല്ല അല്ലാഹുടെ റസൂലിന്റെ വിശ്വാസം കുറഞ്ഞത് കൊണ്ടല്ല. അല്ലാഹുടെ റസൂൽ ആരാണോ അൽ അമീൻ ചൊന്നു വിളിച്ചത്, അല്ലാഹുടെ റസൂൽ സത്യസന്ധനാണ്. ഏതൊരാളും ശത്രുക്കൾക്ക് പോലും ധൈര്യത്തോടെ സ്വീകരിക്കുന്നു തറപ്പെട്ട ഒരേ ഒരു വ്യക്തിത്വം മക്കത്തിൽ ഇല്ലെങ്കിൽ അല്ലാഹുടെ റസൂൽ മാത്രം ചൊന്നിട്ടു. 40 വർഷത്തോളം കൊണ്ടാടിയ ആളുമാരല്ലേ. അല്ലാഹുടെ റസൂലിന്റെ വിശ്വാസം കുറഞ്ഞത് കൊണ്ടല്ല, അല്ലാഹുടെ റസൂലിന്റെ അസൂയ കൊണ്ടിട്ടു, അല്ലാഹുടെ റസൂലിന്റെ നഞ്ചു കൊണ്ടിട്ടു, അല്ലാഹുടെ റസൂലിനെ കൊണ്ട് നിസ്സാരപ്പെടുത്തുന്നു ചൊല്ല ഒരേ ഒരു ഉദ്ദേശം കൊണ്ടിട്ടു. സന്മാർഗത്തെ വെളിച്ചം മനസ്സുകൾ കടക്കാത്ത വിഭാഗമല്ല നബി തങ്ങളെ എതിർത്തര്. അതല്ലാഹുടെ റസൂലിന്റെ വിശ്വാസം ഇല്ലാത്തതിന്റെ പേരിലല്ല. അല്ലാഹുടെ റസൂൽ മദീനത്തേക്ക് പോയിട്ട് ആ മദീനത്തെ സ്വന്തം റായത്ത് കൊണ്ട് ഉംറ ചെയ്യണുക വേണ്ടി പോകുമ്പോഴത്തേക്ക് പോലും ആ മക്കത്തിൽ നിന്ന് ഉള്ള കെട്ടാണുകട്ടി മുശ്രിക്കീങ്ങള് അല്ലാഹുടെ റസൂലെ തടഞ്ഞു വെച്ചില്ലേ. അല്ലാഹുടെ റസൂലിന്റെ കൂടെ 1400ഓളം സ്വഹാബികളുണ്ട്. നബി തങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന തയ്യാറായ ആളുമാർ ആയിരക്കണക്കിനുള്ള ലക്ഷക്കണക്കിനുള്ള ശത്രു സൈന്യത്തെ എതിർക്കെ ഈമാന്റെ ഉറപ്പ് കൊണ്ട് നിരായുധരായിട്ട് തുള്ളിട്ട് പോകുമോ താക്കത്തുള്ള കനക സ്വഹാബത്ത് കൂടെ ഇക്കൊമ്പത്തുകോ. അല്ലാഹുടെ റസൂൽ സമയത്തിൽ ആ സന്ദർഭത്തില് ഹബീബായ തങ്ങളുടെ സഹന പാലിച്ചില്ലേ. മക്കത്ത് കൊണ്ട് ഉംറ ചെയ്യണു വേണ്ടി പണ്ട് മക്കത്തെ ആളുമാരൊട്ടിക വിട്ടുപോയ സ്വത്തിലേക്ക് കൊടുക്കു പോണ്ടതല്ല, മക്കത്തെ ആളുമാരെ തിരിച്ചക്രമിക്കൊടുക പോണ്ടതല്ല. അല്ലാഹുടെ റസൂലും 1400ഓളം സ്വഹാബികള് ഒന്ന് ഉംറ ചെയ്യണു വേണ്ടിട്ട് മദീനത്തെ മക്കത്ത് പോണുക തയ്യാറായപ്പോ ഹുദൈബിയ ചുള്ള ജാഗല് അല്ലാഹുടെ റസൂലും 1000 ചില്ലാര സ്വഹാബികൾ അതേ മുശ്രിക്കീങ്ങളെ തടഞ്ഞു വെച്ചില്ലേ. എന്നിട്ട് എന്റെ അല്ലാഹുടെ റസൂൽ ഗലാട്ടാക്കാതെ, എന്നിട്ട് എന്റെ അല്ലാഹുടെ റസൂൽ യുദ്ധത്തിന് കര കൊടുക്കാതെ പരിശുദ്ധ ഇസ്ലാം യുദ്ധം ചെയ്യുന്നു ആഹ്വാനിക്കട ധർമ്മമല്ല മോനെ. അത് ചൊന്നിട്ട് ഇസ്ലാമിന്റെ എതിർകാരും കുതിര കയറുന്നില്ല. മുസ്ലിമീങ്ങൾക്ക് ധൈര്യമില്ലാത്തത് കൊണ്ടല്ല. എങ്ങനത്തെ ശത്രുക്കളെ പോലും ഹിമ്മിറ്റി സ്വനുകൊള്ളെ ധൈര്യം കാട്ടിയ പാരമ്പര്യ മുസ്ലിമീങ്ങൾക്ക് ഇന്നിട്ടില്ലെങ്കിൽ എന്ത് യാറ ചൊല്ലണു. നെഞ്ഞിടെ എതിരുകൾ ബന്ധൂക്ക് വെച്ചിട്ട് ബ്രിട്ടീഷുകാർ ഭാരതത്തെ വിട്ടുപോണു.
ನವ ಭಾರತಕ್ಕೆ ಬಿಟ್ಟು ಪೋಣು ಚೊಲ್ಲೆ ಹೋರಾಟ ಆಳುಮಾರೆ ನೆஞ்ಸಿಗೆ ಬಂದೂಕು ಬೇಕೊಂಬತ್ತುಗೋ ಭಾರತಕ್ಕೆ ಬೇಡಿ ಹೋರಾಡಿಯ പാരമ്പര്യമുള്ള ആളുമാർ മുസ്ലിമീങ്ങളല്ലേ എന്റെ ദേശദ്രോഹാക്കെതിരെ പേരില് സ്വാതന്ത്ര്യ പൂർവ്വ ഭാരതത്തില് ദേശദ്രോഹ ആദ്യ പ്രകരണത്തില് എത്രയാ സംഖ്യ ഇന്നിട്ട് പോലും ചരിത്ര ഗൊന്തിന് ആളുമാർ മറച്ചു വയ്ക്കുന്ന കാരണ നാണക്കെടനായി പണ്ട് ചൊല്ലതിനെ പേടിച്ചിട്ടല്ലേ ഹബീബായ തങ്ങളെ 1400ഓളം സ്വഹാബികളെ ഹുദൈബിയ ചുള്ള ജാഗൽ ബാക്കിയായിട്ട് മക്കത്ത് പോയി ഉംറ ചെയ്യുന്ന സന്ദർഭത്തില് അല്ലാഹുവിന്റെ റസൂലും ആ മക്കത്തെ മുശ്രിക്കീങ്ങളെ നടുവിലൊരു കരാർ ഒരു ഒപ്പന്താവിടൂ ചുരുക്കിട്ട് ചൊല്ലുടെ സുദീർഘമായ സംഭവമാണ് ഹബീബായ തങ്ങളും ആ മുശ്രിക്കീകളെ നടുവിലൊരു കരാർ ഒരു അഗ്രിമെന്റ് ആവിടൂ ചെറിയ ഒരു പ്രശ്നം അവിടെ സംഭവിച്ചു പോയിട്ട് തകരാറായി പോവാ ചൊല്ല പേടി കൊണ്ടിട്ടു മക്കത്തെ ചില പ്രമാണികൾ ഓടി വന്നിട്ട് മുഹമ്മദ് ഞങ്ങളെ നടുലൊരു തകരാറ് വേണ്ട ഞങ്ങളെ നടുലൊരു കലാട്ടയോ യുദ്ധമോ വേണ്ട ഞങ്ങൾ ഒരു അഗ്രിമെന്റ് ആക്കുക തൽക്കാലം നിങ്ങൾ മടങ്ങി പോണു ഉംറ ചെയ്യണു തീരാ ചൊല്ലുമ്പോ 1400ഓളം പണ്ട് സ്വഹാബത്തിനെ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പിറകെ മദീനത്തിಗೆ പോണുക തയ്യാറായില്ല മുസ്ലിമേ എന്റെ നബി തങ്ങൾക്ക് പേടി എന്നതുകൊണ്ടാണോ സ്വഹാബത്ത് യുദ്ധത്തിന് തയ്യാറാവണ ധൈര്യം പറയാനുള്ള പേടി നബി തങ്ങൾക്ക് ഇന്നതുകൊണ്ടാണോ അല്ലാഹുവിന്റെ റസൂൽ ഉള്ള സൈന്യം എങ്ങനത്തത് കൊണ്ടുണ്ട ബദർ യുദ്ധത്തിന് പോണുക തയ്യാറാവത്തുകോ അൻസാരികളിൽപ്പെട്ട സ്വഹാബി ചൊല്ലുള്ളേ യാ റസൂലല്ലാഹ് നബിയേ ആളക്കടലുക മുങ്ങിട്ട് ഞങ്ങളെ മീത്ത് മരിക്കൊന്നുണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുമെങ്കിൽ ആ സെക്കൻഡിൽ ഞങ്ങൾ മുങ്ങുടെ നബിയേ ഞങ്ങളെ ജീവിതത്തെ ഞങ്ങൾ പേടിക്കില്ല നബിയേ ഞങ്ങളെ ഒരേ ഒരു ആശ അല്ലാഹുവിന്റെ റസൂലിനെ പൊരുത്തമാണ് ഞങ്ങൾ എല്ലാവരുടെ ആശ അല്ലാഹുവിന്റെ റസൂലിനെ പൊരുത്തം അങ്ങ് അല്ലാഹുവിന്റെ റസൂലുക്ക് വേണ്ടി എന്തിനാക്കണതും തയ്യാറാണ് ഹബീബായ തങ്ങൾക്ക് വേണ്ടി എന്തിനാക്കണതും അങ്ങ് തയ്യാറാണ് അങ്ങനത്തെ ഒരു സൈന്യമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയുണ്ട് ഹബീബായ തങ്ങൾ ചൊല്ലു സ്വഹാബ അങ്ങ് ഒരു കരാറാക്കിടാറൂല അങ്ങ് തൽക്കാലം ആരും പ്രശ്നമാക്കണു തീരാ എല്ലാവരും ശാന്തരായിട്ടിക്കോളൂ ആരും ഭിന്നഭിപ്രായത്തിൽ പറകു തീരാ ഒരാളും പ്രശ്നം ഉണ്ടാക്കുക തീരാ എല്ലാവരും ശാന്തരാകണം അങ്ങനെ കരാറ് തുടങ്ങാൻ അഗ്രിമെന്റ് തുടങ്ങി അഗ്രിമെന്റ് പേപ്പറിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പരമായിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എതിരെ ഹബീബായ തങ്ങൾ ചൊല്ലുടൂ അലിയേ ഉക്തുബ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ പേര് കൊണ്ട് ഈ കരാർ ഞാൻ എന്തിനായിട്ട് തുടങ്ങൂ അപ്പലെ മുശ്രിക്കീങ്ങൾ ചൊന്നാർ മുഹമ്മദേ അത് വേണ്ട റഹ്മാനും റഹീമുമായ അല്ലാഹു ചൊല്ലത് വേണ്ട കാരുണ്യത്തെ കടലായ ആള് അല്ലാഹു ചൊല്ലതിന് ഞങ്ങൾ അംഗീകരിക്കില്ല അതിനങ്ങ് അംഗീകരിച്ചെങ്കിൽ ഈ പ്രശ്നമെല്ലാം ഉണ്ടാ ഞങ്ങൾ നിന്റെ റഹ്മാനും റഹീമുമായ അല്ലാഹു ഏതുണ്ട് ഞങ്ങൾക്ക് തരില്ല ഞങ്ങൾ അത് അംഗീകരിക്കണമെന്നില്ല ബിസ്മിക അല്ലാഹുമ്മ ബിസ്മിക അല്ലാഹുമ്മ ചൊല്ലതിന് എന്തോരു റഹ്മാനും റഹീമും ചൊല്ലതിന് മൈക്കോറു അല്ലാഹുവിന്റെ റസൂൽ അലിയാർ തങ്ങളുടെ ചൊല്ലു അലിയേ മൈക്കോറത് സാരയില്ല മൈക്കോറു അങ്ങ എന്തിനെ ചൊല്ലാറ അതിന് അംഗീകരിക്കോറു മൈക്കോറു രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടു മുഹമ്മദ് മിൻ മുഹമ്മദ് റസൂലുള്ളാഹ് ഈ കരാറಗೆ ಇದರ സാരതെന്തോണു അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് നബിയുടെ കരാറാണ് അപ്പം അങ്ങ ചൊന്നാർ ലാ തക്തുബ് ഹകദ അങ്ങനെ എഴുതണ്ട മുഹമ്മദേ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് എഴുതണ്ട നീ അല്ലാഹുവിന്റെ റസൂലുണ്ട് ഞങ്ങൾ ഈ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നതിനെ ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ മക്കത്തെ ഞങ്ങൾ ഓടുപാട്ടാമ ഇല്ലല്ലേ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നത് ഞങ്ങൾ അംഗീകരിക്കാത്തത് കൊണ്ടല്ലേ അതുകൊണ്ട് മുഹമ്മദ് ബിൻ അബ്ദുള്ളയുടെ മോന് മുഹമ്മദ് റസൂലുള്ളാഹി ചൊല്ലുന്നതിനെ മൈക്കോണോ അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിക്കിട് അലിയേ റസൂലുള്ളാഹിനെതിരെ മൈക്കോറു അലിയാർ തങ്ങൾ ചൊല്ലു വല്ലാഹി നന്നെ കൊണ്ട് സാധ്യമല്ല അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നതിനെതിരെ മൈക്കോണു അലിയാരെ കൈ പന്തില്ല നബിയേ അലിയാരെ കൈക്ക് ശക്തിയില്ല ഹബീബായ തങ്ങൾ അവസാനം ചൊല്ലു അലിയേ എവിടെ റസൂലുള്ളാഹിന്റെ എന്തിനെ അതിനെ കാട്ടോറു അല്ലാഹുവിന്റെ റസൂൽ അലിയാർ തങ്ങൾ കാട്ടി കൊടുക്കുന്നത് ഇത് റസൂലുള്ളാഹി എന്റെ കാരണം അല്ലാഹുവിന്റെ റസൂൽ എന്തുണക്കും ഓതുണക്കും തരില്ല ഹബീബായ തങ്ങൾക്ക് എൽത്ത് തരില്ല ഓത്തു തരില്ല
ഹബീബായ തങ്ങൾക്ക് എൽതൊണുകുമീറ്റ് തെരഞ്ഞിട്ടില്ലെങ്കിൽ പിൻകാലത്തിൽ വന്ന ചരിത്രകാർ, അതല്ലെങ്കിലും ഏതെങ്കിലും ഒരു പുത്തൻ ആശയക്കാർ, അതല്ലെങ്കിൽ സന്മാർഗത്തെ തെറുപുട്ടു വേറെ ഏതെങ്കിലും ഒരു പുതിയ പ്രസ്ഥാനത്തിന് നിരീശ്വരവാദത്തിന് കടന്നുപോയ ബുദ്ധിജീവികൾ ചൊല്ലാലാത്ത മുഹമ്മദ് ഉണ്ടാക്കിയ കൃതിയാണ് ഖുർആൻ. അല്ലാഹുടെ ഗ്രന്ഥമല്ല, അല്ലാഹുടെ ഗ്രന്ഥമല്ല, അത് മുഹമ്മദ് എഴുതിയിട്ടുണ്ടാക്കി വെച്ചത് കൊണ്ട് ചൊല്ലാലാത്ത നാനക്കെട്ട ചില വിഭാഗം വീണ്ടും ഇസ്ലാമിന്റെ പുറത്തു പോയിട്ട് ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കാണ്ട് വേണ്ടാത്ത അപവാദത്തെ മുസ്ലിമീങ്ങൾക്കെതിരെ അല്ലാഹുവിന്റെ റസൂലുകളും സ്വഹാബത്തിനെതിരെ കാട്ടം പൊത്തുകൂ. ഇസ്ലാമിനെ പഠിക്കാത്തത് കൊണ്ടല്ലേ സോഷ്യൽ മീഡിയത്തിൽ നിങ്ങൾ കണ്ടിട്ടിക്കുക കുറേ വർഷം ഇൽമു പഠിച്ച ആളുകളാ, അത്ര വർഷം ഇൽമു പഠിച്ച ആളുകളാ ഇനി ഇസ്ലാമിനെ വിട്ട് പുറത്തു പോയിട്ട് അയാൾ ചൊല്ലുന്ന പോയിന്റ് അല്ല നേരല്ലേ ബാവ, അയാൾ നല്ല പഠിപ്പുള്ള ആളല്ലേ ബാവ, അയാൾ അതിൽ പഠിച്ച ആളല്ലേ ബാവ, ഇതിൽ പഠിച്ച ആളല്ലേ ബാവ. എന്ത് ഏതിൽ പഠിച്ച ആള് ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി ഉസ്താദ്, കേരളം കണ്ട ഏറ്റവും വലിയ ആലിമായ മമ്മിക്കുട്ടി ഉസ്താദ് പരിശുദ്ധമായ തുഹ്ഫത്തുൽ മുഹ്താജിന്റെ കിതാബുലോ ആധികാരികമായി വേദിയിലുള്ള പണ്ഡിതന്മാരായ ബഹുമാനപ്പെട്ട അഷ്റഫ് ഫൈസി ഉസ്താദ് അടക്കമുള്ള, ബഹുമാനപ്പെട്ട ഫാറൂഖ് ഫൈസി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരുടെ നിങ്ങൾ എന്തൊരു ഫത്വ കേട്ടെങ്കിൽ അങ്ങ് തുറന്നിട്ട് ഫത്വ ചൊല്ലുന്നത് ഉപയോഗിക്കുന്ന ഗ്രന്ഥം ഏത് കൊണ്ടുള്ള തുഹ്ഫത്തുൽ മുഹ്താജ്. ആ ഗ്രന്ഥത്തില് എന്തെങ്കിലും ഒരു മസാലയുടെ നോക്കുമ്പോ അത് ഏത് ജാഗല ഉള്ളേണ്ട് ചിലപ്പോ ഓർമ്മ ആയില്ലെങ്കിൽ ആറ് നന്റെ പോലത്തെ സാധാരണക്കാരനല്ല, കേരളം കണ്ട ഏറ്റവും വലിയ സൂഫി വര്യനായ ആലിമായ മമ്മിക്കുട്ടി ഉസ്താദ് തുഹ്ഫാജുൽ കിതാബുലോ ഏത് ജാഗലി മസാല ഉള്ളേണ്ട് കേൾക്കണു കടകുരാരട്ടിക കൊണ്ടുണ്ട ഒരു കാലത്തിൽ ഇൽമു കൊണ്ട് റൈസിയ കനികത്തെ വലിയ ഉന്നതമായ പദവി എത്തിട്ടിന്ന കനികത്തെ ചേകന്നൂറ് മൗലവിരട്ടികയാ. തുഹ്ഫത്തുൽ മുഹ്താജിന്റെ കിതാബുൽ ഒരു മസ്അലയുടെ നെനപ്പായില്ലെങ്കിൽ ഏത് ഭാഗത്തുണ്ടോ ഇത്ര വലിയ കിതാബ് അത്ര സുലാഭത്തിലത് നെനപ്പാവാല. ഇത്ര കിതാബ് ഇത്ര കുറേ ജുസു ഉണ്ട്, ഇത്ര വലിയ കിതാബ് ഇത്ര വലിയാവത് ഉൾപ്പാട്ടി വെച്ചെങ്കിൽ ആ കിതാബിൽ എന്തെങ്കിലും ഒരു മസാല ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മസാല ചൊല്ലുമ്പോൾ അത് എവിടെ ചൊല്ലേണ്ട ചിലപ്പോ നെനപ്പായില്ലെങ്കിൽ മമ്മിക്കുട്ടി ഉസ്താദ് ശിഷ്യന്മാരെ കടത്തൂല ചേകന്നൂർ മൗലൂരിട്ടേക്ക് പോയി കേൾക്കണു. ചേകന്നൂർ മൗലൂർ അത് ഇത്ര മറ്റേ ഇന്ന ജാഗ്യരുണ്ടോ അത്ര വില ഓർമ്മശക്തിയും പാണ്ഡിത്യന്റെ കനിക്ക് ആളാണ് ചേകന്നൂർ മൗലവി. എന്തായി പോയിട്ട് എന്തായി പോയിട്ട് ഹിദായത്തിന്റെ സന്മാർഗത്തെ വിളിച്ചെത്തുക അല്ലാഹു ആരെ സേരവാട്ടന് ഉദ്ദേശിച്ചാണ് അങ്ങക്ക് മാത്രമാണ് സന്മാർഗത്തെ തിരു കാലിച്ചേകന്നൂര് വിഷയമല്ല, ഏതെങ്കിലും ഒരു പിന്നൊരു വേറാളുടെ വിഷയമല്ല. മുസ്ലിമുടെ പേരും വെച്ചിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ട് ഇസ്ലാമിക്കെതിരെ പടക്കബരാന്റെ ചരിത്രമല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ അറാഫിന്റെ 176-ാമത്തെ ആയത്ത് തുറന്നു നോക്കണു. ഫമസലുഹു കമസലിൽ കൽബ്, അവന്റെ ഉദാഹരണം ഒരു നായുടെ ഉദാഹരണം പോലെയാ. അല്ലാഹുവിന്റെ ഖുർആൻ ചൊല്ലുന്നു ഫമസലുഹു, അയാളുടെ ഉദാഹരണം കമസലിൽ കൽബി, ഒരു നായുടെ ഉദാഹരണം പോലെ. ആരെ സംബന്ധിച്ചിട്ട് ചൊന്ന കൊത്തുണ്ട്, ആരെ സംബന്ധിച്ചിട്ട് ചൊന്ന കൊത്തുണ്ട്. ഖുർആന്റെ സൂറത്തുൽ അറാഫിൽ അയാളൊരു നായിനെ പോലെ ബനൂ ഇസ്രായീലിന്റെ ഒരു വലിയ ഇസ്മുൽ അഅ്ദം, അല്ലാഹുവിന്റെ ഇസ്മുൽ അഅ്ദം കൊത്തിനെ കനികത്തെ ഏത് സെക്കൻഡിൽ ദൂരന്നെങ്കിലും അതേ സെക്കൻഡിൽ ഉത്തരം കിട്ടിയ കനികത്തെ മഹാനായിട്ടിനെ കനികത്തെ വൽ അമുബന ബഊറാ ചൊല്ല അല്ല സംബന്ധിച്ച് ഖുർആൻ ചൊല്ലു ഒരു നായിനെ പോലെയാണ് നബി അയാള്. എന്റെ നായിടെ പോലെ അയാളൊരു നായിടെ കണിക്കാ ചൊല്ലുകൊല്ല. കാരണം നായിടെ സ്വഭാവം അങ്ങ് കൊന്തില്ല. നായിക നിങ്ങൾ നല്ല ഒരു കോഴി അറുത്തിട്ട് കറിയാക്കിയിട്ട് നല്ല കോഴിയുടെ കബാബ നെയ്ച്ചോറ ബിരിയാണി ആക്കിയിട്ട് നല്ല കരിയിലെല്ലാം പുരട്ടിട്ടെങ്കിൽ നായി തിന്നര്. ആ നായി ഒരു കോഴി ചത്തിട്ട് ചീഞ്ഞിട്ട് നാരെങ്കിലും ആ കോഴിയെ വന്നിട്ട് അതേ ആക്രാന്തത്തിൽ അതേ റാങ്ക് പിടിച്ചിട്ട് തിന്നത്. നല്ല അറുത്തിട്ട് ഹലാലായ നിനക്ക് ഗുണപഞ്ഞ കോഴിയെ കരിയാക്കിട്ടെങ്കിലും തിന്നര് അതേ ആശല് അതേ കൊതില് അതേ റാങ്കില് ആ നായി ചത്ത കോലിരയും തിന്നര്. എന്തുകയാറാ സ്വന്തം അതേ നായി കാര്യ കണിക്കത്തെ നജസായ കാര്യത്തെ പോലും രണ്ടാമത് തിന്നുണക്ക് മടിക്കാത്ത ജീവിയാണ് നായി.
കാര്യത്തിന് ബദലേ തിന്നിന്റെ ജീവിനായി. ഞാൻ ഇതിനിടയ്ക്ക് ഒരു മസ്അല ചൊന്നിട്ടില്ല. പല ആൾമാർക്കും അത് സംശയമായി പോയി. എന്തിന്റെ മസ്അല? ഈ പെണ്ണ് കാണല ചടങ്ങുണ്ടല്ലോ, എൻഗേജ്മെന്റ് ചൊല്ലിന്റെ പേരിൽ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു പെണ്ണ് കാണുന്ന സന്ദർഭത്തിൽ ഈ പെണ്ണ് കാണുക പോണ്ട ആൾമാർ പലതും കൊണ്ടുപോകണ്ട. പെണ്ണുക്ക് കൊടുക്കുന്നു മൊബൈല, അല്ലെങ്കിൽ നല്ല മോതിരമാ, അല്ലെങ്കിൽ നല്ലൊരു ബ്രസ്ലേറ്റ്, അല്ലെങ്കിൽ മാലമാ, എന്തെങ്കിലും ഒരു ബംഗാറ എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോയിട്ട് കൊടുക്കുക. ആ കൊടുക്കുന്നത് ഹദിയയായിട്ടില്ലെങ്കിൽ, ഹദിയയാണ് നിങ്ങൾ കൊടുത്തിട്ട് പെണ്ണ് കാണുക പോയപ്പോ ആ പെണ്ണ് ഒരു ഹദിയ കൊടുത്തേണ്ട കണ്ടെങ്കിൽ ആ ഹദിയത്തെ പിന്നെ പിറകു കേക്കൽ ഹബീബായ തങ്ങൾ ചൊല്ലിയ ഒരു ഹദീസിൽ ഹദിയ കൊടുത്തിട്ടു എൻഗേജ്മെന്റ് ആയപ്പോ കൊടുത്ത ബംഗാരല്ല അല്ലാണ്ട് റസൂല് ചൊല്ലി, അല്ലാണ്ട് റസൂല് ചൊല്ലി ഹദിയ കൊടുത്ത കണക്കത്തെ ഒരു സാമന്തെ രണ്ടാമത് ഒരാൾ മടക്കിട്ട് പിറകു കേക്കടെങ്കിൽ അത് കാര്യതിരത്തിന്റെ നായിടെ പോലെ. ഏത് സന്ദർഭത്തിൽ ഇത് ചൊല്ലൽ കൊണ്ടുണ്ട്? ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു യാത്രയിൽ വാഹനമില്ലാത്ത കണക്കത്തെ ഒരു സ്വഹാബി ഒരു കുതിരയുടെ കൊടുക്കും. യാത്രയിൽ വാഹനമില്ലാത്ത ഒരു സ്വഹാബി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കുതിരയുടെ കൊടുക്കും. നിങ്ങൾക്ക് ഇത് യാത്ര ചെയ്യുമോ? അയാളെ യാത്ര എല്ലാം കഴിഞ്ഞിട്ട് യാത്ര ചെയ്യുന്നതിൽ പിന്നെ ഉമർ ഖത്താബ് കൊടുത്ത കണക്കത്തെ കുതിരയുടെ വേണും പോലെ അയാൾ നോക്കില്ല. അയാൾ ആ കുതിരയുടെ വേണും പോലെ നോക്കില്ല, ജാഗ്രതയാക്കില്ല. ഉമർ ഖത്താബ് ബയർഗത്തി. അങ്ങനെയല്ലേ ഞങ്ങൾ ഇപ്പോ ഒരു വാഹനം ഞങ്ങൾ ഉപയോഗിച്ച ഒരു കാർ, ഒരു ബൈക്ക് ചന്ത ജാഗ്രതയാക്കി വെച്ചോ ഇല്ല. അതിന് അവസാനം വേണ്ടാണ്ടായപ്പോ അല്ലെങ്കിൽ വേറെടുക്കണക്ക് പറഞ്ഞപ്പോ അതിന് ബിക്കണായി വന്നപ്പോ വിത്തിട്ട് ഞങ്ങൾ കൊടുക്കുമ്പോഴത്തേക്കും ചിലപ്പോ നല്ലൊരു പാർട്ടിയുമേ ഞങ്ങൾ തേടുക, നല്ലൊരാൾ കിട്ടിയും കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ആവ വിൽക്കുമ്പോഴത്തേക്കും നോക്കുക, ഒരു ജാഗ വിൽക്കുമ്പോ നല്ലൊരു പാർട്ടി കിട്ടിട്ട് എന്തെങ്കിലും നല്ല പാർട്ടി ബെടക്ക് പാർട്ടി ഞങ്ങൾക്ക് എന്തിനാ ലോസ് ഉണ്ട്? ഞങ്ങൾക്ക് അതൊക്കെ കിട്ടണേ, വില കിട്ടിയെങ്കിലും അയ്യാവൂല്ലേ. എന്നിട്ടും ഞങ്ങൾ ആഗ്രഹിക്കട്ടെന്തിരെ നല്ലൊരു പാർട്ടി കിട്ടിട്ട് നല്ലൊരു പാർട്ടിക്ക് ഇതാക്കി കിട്ടിയെങ്കിൽ നാ കൊടുക്കൂടെ? എന്തേ ഞങ്ങൾ ഉപയോഗിച്ച സാമണത്തെ എടുത്ത ആളും അതിനെ നല്ല നിലക്ക് ഉപയോഗിക്കട്ടെ, അതിനെ ചന്തത്തിൽ വെച്ചോണ്ട് ആഗ്രഹം കൊണ്ടിട്ടാണ് അതിനെ ഹലാക്കാണ്ടിക്കട്ടെ, ബെടക്കാണ്ടിക്കട്ടെ. അങ്ങനെ ഉമർ ഖത്താബ് കൊടുത്ത കുതിരയുടെ അയാൾ വേണു പോലെ നോക്കാണ്ടിരിക്കുമ്പോ ഉമർ ഖത്താബിന്റെ മനസ്സ് ഒരു ബേജാർ. പടച്ചവനെ ഇപ്പൊ ഇയാൾ ഇതിങ്ങനെ ആക്കുമ്പോ അതിനിപ്പോ പിറകു കേൾക്കരുത്, സമല്ല ഹദിയ കൊടുത്തതല്ലേ, അതിന് പൈസ കൊടുത്തിട്ടാണ് ബലക്കെടുത്തോട്ടാണ്ട് ഒരു മനസ്സിലുള്ള ഒരു ആഗ്രഹം വന്നു പോയി. ആലോചന അള്ളാന്റെ റസൂലുട്ടിക്ക് നേരെ പോയിട്ട് നബിയേ ഞാനൊരാൾക്ക് കുതിര എങ്ങനെ കൊടുത്തരെ ഹദിയായിട്ട് കൊടുത്തത്, അയാളുടെ കയ്യിൽ നിന്നാണ് പൈസ കൊടുത്തിട്ട് നാ ബലക്കെടുത്തോട്ടെ, നാണ് ബലക്കെടുക്കടേ, നാ തന്നെതിരെ പിറകുതാണ്ടല്ല. എന്തെങ്കിലും ഒരു സഹായാക്കിയിട്ടെങ്കിൽ ഒരു 10,000 കട കൊടുത്തറ ബാവ എന്താ ഒരു യാരുടെ അങ്ങ് ജണ്ടാലെ നടുപ്പം തപ്പല ചൊല്ലി നന്റെ ഹക്ക് ബൈ നാ തന്നെ പൈസ തബി ഇങ്ങനെയല്ലേ ഞങ്ങൾ ചൊല്ലി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചൊല്ലി നബിയേ അയാളൊട്ടിക്ക് നാണ് പൈസ കൊടുത്തിട്ട് അതിനെ ബലക്കെടുത്തോട്ട ഹബീബായ തങ്ങൾ ചൊല്ലു വേണ്ട ഉമറെ, ഹദിയ കൊടുത്തിട്ട് അതിനെ രണ്ടാമത് പിറകു കേക്കടി ബിർദക കേക്കടിയല്ല ബല കൊടുത്തിട്ട് എടുക്കട്ടെ കേട്ട് ഉമറുൽ ഫാറൂഖ് തങ്ങളൊട്ടിക്ക് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു അത് കൽബി യഊദു ഇലാ ഖൈഇഹി കാര്യതിനെ ബദലേ നക്കിട്ട് തിന്നിടെ നായിന്റെ സ്വഭാവം കണിക്കുക. അതുകൊണ്ട് അത് വേണ്ട വിട്ടുകൊടു. ഇന്ന ആലോചന ഒരാൾക്ക് ഹദിയ കൊടുത്തത് അത് എൻഗേജ്മെന്റ് സന്ദർഭം ഏത് സന്ദർഭത്തിലാണെങ്കിലും മസ്അല വേണമെങ്കിൽ ആവശ്യമുള്ള സന്ദർഭത്തിൽ ഞാനിപ്പോ എൻഗേജ്മെന്റ് ആയതിന് നിങ്ങൾ പിറകു കേൾക്കുന്നു തീരെ എൻഗേജ്മെന്റ് ഇപ്പൊ കൊടുത്തതിനെ ചൊന്നല്ല ഹദിയ കൊടുത്ത സാമൻ ഹദിയ കൊടുത്ത ഒരു സാമന്റെ പിറകു കേൾക്കണമെങ്കിൽ അതിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചൊന്ന ഒരു ഹദിയത്തുണ്ടോ അത്തരം മസ്അല ചൊല്ലുമ്പോൾ ചിലപ്പോ സാധാരണക്കാർക്ക് റപ്പർത്താവനുണ്ട് എന്തും ഇല്ല. ഇതിനിടക്ക് നോക്കൂ, നിലാവ് കണ്ട വിഷയത്തിൽ റമദാന്റെ സന്ദർഭത്തിൽ പെരുന്നാളിന്റെ ജാബുക്കും നഗല നടുಲು ಬಂದ ഗൊന്തല സുബ്ഹാനല്ലാഹ് എന്തിനെ ഉണ്ടതിൽ ഗൊന്തല അതിൽ ഗൊന്തലാവണുള്ളത് എന്തിരേ ഹബീബായ തങ്ങൾ ചൊല്ലു സൂമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി മാദ കണ്ടെങ്കിൽ നിങ്ങൾ നോമ്പ് തുടങ്ങോറോ, മാദ കണ്ടെങ്കിൽ നോമ്പ് അവസാനിപ്പിക്കും പെരുന്നാളാക്കോ. അതല്ല മാദ കാണാൻ ടൈപ്പ് എങ്ങനെ കാണാണ്ടാവിടെ ഹബീബായ തങ്ങൾ ചൊല്ലു ഫഇൻ അലൈക്കും മേഘം മോട ഇങ്ങനെ മൂടിയിട്ടുണ്ടോ, മാദ ഉദിച്ചിട്ടില്ലാണ്ടല്ല മാദ കാണാണ്ടായെങ്കിൽ മേഘ ഇങ്ങനെ മോടാട്ടുണ്ടു മോടാട്ടവുള്ള കാരണത്താൽ മാദത്തെ നിങ്ങൾക്ക് നോക്കണതാവില്ല. ചിലപ്പോ മാദ പറന്നിട്ട്
മാത ചിലപ്പോ പറഞ്ഞിട്ട് പറഞ്ഞില്ലേ ചൊല്ലതല്ല ഞങ്ങൾക്ക് വിഷയം ഞങ്ങൾക്ക് വിഷയം മാത കാണുന്നു അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നു സൂമു ലിറുഇയതിഹി ഹി ചൊല്ലിയെങ്കിൽ ആ മാദത്തെ നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾ നോമ്പ് തുടങ്ങൂ മാത കണ്ടില്ലെങ്കിൽ നിങ്ങൾ നോമ്പ് തുടങ്ങണ്ട നോമ്പ് നിർബന്ധം അവിടെ പരിശുദ്ധമായ റമദാന്റെ നോമ്പ് ആർക്കെല്ലാം നിർബന്ധമാവും നിങ്ങൾ പല ക്ലാസ്സിലും കേട്ടതാ നോമ്പ് നിർബന്ധം അവിടെ റമദാന്റെ നോമ്പ് നിർബന്ധം അവിടെ എപ്പ ശഅബാൻ 30 പൂർത്തിയാവൽ കൊണ്ടിട്ട ശരിക്കും ആലോചന കൊണ്ട് മസ്അല ചൊന്നിട്ടില്ല ചരിത്രമല്ല ശഅബാന്റെ 30 പൂർത്തിയാവൽ കൊണ്ടിട്ടു റമദാനിന്റെ നോമ്പ് നിർബന്ധമാവുടു നിർബന്ധമാ ആർക്കാ അവിടെ അതല്ല പിന്നെ വിശദീകരിക്കണം അത് വേണ്ട നിങ്ങൾക്ക് വിഷയകാലി നോമ്പ് നിർബന്ധം അവിടെ എപ്പോഴുണ്ട് റമദാന്റെ നോമ്പ് നിർബന്ധം അവിടെ ശഅബാൻ 30 പൂർത്തിയാവൽ കൊണ്ട് എന്താണ് അതിന്റെ തെളിവ് ഇജ്മാഅാണ് എല്ലാ ഇമാമിങ്ങളും ഹബീബായ തങ്ങളുടെ സ്വഹാബത്തും അങ്ങനെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരും മദ്ഹബിയുടെ ഇമാമിങ്ങളും എല്ലാ ഇമാമിങ്ങൾക്ക് ഏക അഭിപ്രായമാണ് അതിൽ ആർക്കും ഭിന്നഭിപ്രായം ഇല്ല ശഅബാൻ 30 പൂർത്തിയാവൽ കൊണ്ടിട്ടു ശഅബാൻ 30 പൂർത്തിയായിട്ടാണ് റമദാൻ തുടങ്ങുന്നത് അതല്ലെങ്കിൽ ശഅബാൻ 30 പൂർത്തിയായിട്ടല്ലെങ്കിൽ ശഅബാൻ 20 പോലും ആയിട്ടും ചിലപ്പോൾ നിലാവുദിക്കൊണ്ടു സാധ്യത ഉണ്ട് അങ്ങനെ നിലാവുദിച്ചെങ്കിലും റമദാന്റെ നോമ്പ് നിർബന്ധമാവുടു തലക്ക് പോണ്ട ചൊല്ലത് തലക്ക് പോണ്ട